ധ്രുവ് വിക്രത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, എന്താ ചിരിക്കാത്തത്, നന്നായിട്ട് സംസാരിക്കണൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പുള്ളി പറയണത് പല്ലിന്റെ ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ചിരിക്കാത്തതെന്ന്. കുറേ ആളുകൾക്ക് ഇതേ പ്രശ്നങ്ങൾ വെച്ചിട്ട് അവര് ചിരിക്കാണ്ടുള്ളവരുണ്ട്. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ കണ്ടേക്കണത് പല്ലിന്റെ വിടവ് ഒരു ഭയങ്കര കാരണമാണ്. പിന്നെ ചിലരുടെ പല്ലിന്റെ കളറ്, പല്ലിന്റെ ഒരു ഷേപ്പ്, അല്ലെങ്കിൽ മൊത്തത്തിൽ തിങ്ങി നിൽക്കുന്ന ഒരു ഫീൽ, ക്രൗഡിംഗ് എന്ന് പറയും. ഇതെല്ലാം കൊണ്ട് ആളുകൾക്ക് ചിരിക്കാൻ മടിയുള്ളവരുണ്ട്. പക്ഷെ അത് സിമ്പിൾ ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എത്ര പേർക്ക് അറിയാതെ. നമുക്കതിൽ ഓപ്ഷൻസ് വരുന്നത് ഇപ്പോൾ ക്രൗഡിംഗ് ആണെന്ന് വിചാരിക്കും. ക്രൗഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലുകൾ ആകെ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ. അത് നമുക്ക് അലൈനറോ ബ്രേസസോ കമ്പിയിട്ട് ക്ലിപ്പ് ഇട്ടിട്ടൊക്കെ അത് നമുക്ക് ശരിയാക്കാൻ പറ്റും. ചിലർക്കെങ്കിലും നമുക്കത് വെനിയേഴ്സ് വെച്ചിട്ട് ഗ്യാപ്പ് ക്ലോസ് ചെയ്യേണ്ടി വരും. ചില കേസുകളിൽ ക്രൗൺസ് വേണ്ടി വരും. പല്ലിന്റെ പൊന്തല് കാര്യങ്ങളെല്ലാം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ മഞ്ഞപ്പല്ലാന്ന് വെച്ചോ, ചിലപ്പോൾ നമ്മുടെ കോഫി ടീ സ്റ്റെയിൻസ് ഒക്കെ കാരണമാവാം. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുകയും ഒരു വൈറ്റനിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബെറ്റർ ആവും. ചിലർക്ക് ഏജിങ്ങിന്റെ ആവാം. നമ്മുടെ മുഖത്തും നമ്മുടെ സ്കിന്നിലും വരുന്ന വ്യത്യാസങ്ങൾ പോലെ പല്ലിലും വ്യത്യാസങ്ങൾ വരാറുണ്ട്. അത് നമുക്ക് ഏജ് അല്ലെങ്കിൽ റിവേഴ്സ് ഏജിങ് എന്നുള്ള രീതിയിൽ നമുക്ക് പല്ലിന്റെ മുകളിൽ കറക്ഷൻ വരുത്തി കഴിഞ്ഞാൽ ഒരു യൂത്ത്ഫുൾ ലുക്ക് കൊണ്ടുവരാൻ പറ്റും.